ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നത്. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നീണ്ട ഫോൺ ക്ലിപ്പാണ്. മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട് തൻ്റെ പഴയൊരു സുഹൃത്തിനോട്. പഴയ സുഹൃത്ത് നേരത്തെ ഈ പ്രസ്ഥാനത്തിലൊരു ചാരപ്പണി നടക്കുന്നു, അതിലൊരു കണ്ണിയാണ് ഈ പറഞ്ഞ KKP അബ്ദുള്ള എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സലഫിയെക്കാളും KKPയെക്കാളും ഈ പ്രസ്ഥാനം തകരരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് ഇയാൾ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്തതാ. 10-60 പണ്ഡിതന്മാരെ മടവൂരികൾ ഇറക്കിയ കള്ളക്ലിപ്പിന്റെ CD കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ സഹായിച്ചത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. നേതാക്കന്മാരെ വാങ്ങിയിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കൊടുക്കും, ഇത്ര മണിക്കെങ്കിൽ അവിടെ CD കൊണ്ട് ചെല്ലണം. എന്നിട്ട് ഈ കള്ളക്ലിപ്പിന്റെ CD കേട്ടിട്ട് എന്താണ് ഈ കള്ളക്ലിപ്പിന്റെ CD ഉള്ളത്? സക്കരിയ സലാഹിയും അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ടിയായി കള്ളക്ലിപ്പിന്റെ CD കൊണ്ടുപോകുന്നത്. ഈ കട്ടുമുറിച്ച ക്ലിപ്പ് ഖുറാഫികളെ പണിയല്ലേ, ഇത് കാണാൻ ഞങ്ങളെ കിട്ടൂല, നിങ്ങൾ ഭിന്നിപ്പിക്കാൻ വന്നവരാണ് എന്ന് പറയേണ്ടതിനു പകരം അത് വിശ്വസിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ഇതുവരെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരെ തെറ്റിദ്ധരിക്കുകയാണ്. KKP അബ്ദുള്ള എന്ത് ചെയ്തു? അടുത്ത കാലത്ത് മടവൂരിയിലേക്ക് പോയി. അപ്പൊ മറ്റൊരു ചാരൻ ഇങ്ങോട്ട് കയറി വന്നു. അവനാണ് നാസർ സുല്ലമി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2010 വരെയും മടവൂരിസത്തിന് വേണ്ടി വാദിച്ച, മടവൂരിസത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ അവർ നാഷണൽ കമ്മിറ്റിയുടെ പ്രധാന ഓർഗനൈസർ ആയിരുന്ന നാസർ സുല്ലമി അയാൾ ഇങ്ങോട്ട് വന്നു. അയാൾക്കൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അതേ മടവൂരിസപ്പ എവിടെയും പ്രസംഗിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തനിച്ച മടവൂരി ആശയക്കാരൻ അയാൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ മടവൂരിസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കൊണ്ടുവന്ന ഇവിടെ 4 മണിക്കൂറാണ് ഇത്ര മോങ്ങത്തുകാർക്ക് മടവൂരിസം പഠിപ്പിക്കാൻ ഈ സുല്ലമിയെ കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നുണ്ടായ പിളർപ്പിലേക്ക് നയിച്ച ചാരപ്പണി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചാരപ്പണിക്ക് നേതൃത്വം കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അയാളാണ് ഈ കള്ളക്ലിപ്പിന്റെ സീഡിയുമായിട്ട് KKP അബ്ദുള്ളനെയും കൂട്ടരെയും പറഞ്ഞയച്ചിട്ട് അവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത്. പിന്നെ CD ടവർ നടന്നൊരു ഗ്രൂപ്പ് മീറ്റിംഗ് 2011 ജൂണിൽ CD ടവറിൽ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു. അതും ഇയാൾ പറയുന്നുണ്ട്, അത് സമയമില്ലാത്തതുകൊണ്ട് കേൾപ്പിക്കാതെ. ആദ്യം പയ്യന്നൂരിൽ ചേർന്ന് ഗ്രൂപ്പ് മീറ്റിംഗ്, പിന്നെ CD ടവറിൽ. ആരൊക്കെ അതിൽ പങ്കെടുത്തത്? അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുൾ റസാഖ് ബാഖവിയും നാണി ഹാജി, ചങ്ങര അബ്ദുള്ള ഹാജി, കോഴിക്കോട്ടെ അബ്ദുൽ ഖാദർ ഹാജി, പിന്നെ അനീഫ് കായക്കോടി, അനസ്, ഈ പറഞ്ഞ KKP അബ്ദുള്ള, അവന് മഞ്ഞപ്പുസ്തകം എഴുതാൻ സഹായിച്ച തലശ്ശേരിയിലെ സിദ്ദീഖ്, അതുപോലെ തന്നെ അവിടെ കാസർഗോട്ടുള്ള ഹാരിസ്, ഈ പറഞ്ഞ ആളുകള്, MT അബ്ദുസമദ് സുല്ലമി, മായിൻകുട്ടി സുല്ലമി, KV അബ്ദുൽ ലത്തീഫ് മൗലവി, നിമത്തുള്ള ഫാറൂഖി, ഇങ്ങനെ ഇവരെ തനിച്ച ഗ്രൂപ്പ് നേതാക്കന്മാരാണ് അവിടെ മീറ്റിംഗ് കൂടിയത്. മീറ്റിംഗ് നടക്കുമ്പോൾ കുട്ടികൾ അപ്പുറത്ത് ചേംബറിൽ ഇരിക്കുന്ന AP-യോട് ചോദിച്ചത് എന്താ മീറ്റിംഗ്? ഞാനറിയില്ല. TP അവിടെ ഇല്ല, ഫോൺ ചെയ്തു ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, ഞാനറിയില്ല. എന്നിട്ട് അവരവർ പലതരം വാദിച്ച് അവിടെ വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്, അടുത്ത ഇലക്ഷനിൽ നമുക്ക് ജിന്ന് വിഭാഗം എന്ന വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രചാരണം നടത്തേണ്ടതുണ്ട്. യോഗം കഴിഞ്ഞിട്ട് നേരെ പോയത് TPന്റെ വീട്ടിലേക്ക്. ഒന്നാമത്തെ ഡിമാൻഡ് സക്കരിയ സലാഹിയെ പുറത്താക്കണം. ഈ CD ടവർ ഗ്രൂപ്പ് മീറ്റിംഗും ഈ ചാരപ്പണിക്കും ഒക്കെ നേതൃത്വം കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയും നൂർഷയുമായിരുന്നു. അവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ പിളർത്തുന്നതിൽ മുമ്പിൽ നിന്നവർ. AP-യും TP-യും ഒക്കെ വേണ്ട ഒത്താശകളും ലെറ്റർ പാഡും സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും പ്രധാന പണിയെടുത്തത് ഇവർ രണ്ടാളുമാണ്. അത് സുഹൃത്തുക്കളെ ഇന്ന് അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ മറ്റ് സംഘടനകൾക്കുമൊക്കെ ഈ കാര്യം അറിയാം. ഈ കുതന്ത്രത്തിന്റെ മുമ്പിൽ നടന്നവർ ഇവരാണ് എന്ന്. ഒരു ദീനീ സംഘടനയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനിയും നോക്കൂ നിങ്ങൾ, TP അബ്ദുള്ളക്കോയും അതിന് സംഘടന പിടിച്ചെടുത്തിട്ടും ശിർക്ക് ആരോപണം തുടരുകയാണ്. 2012 സെപ്റ്റംബർ 21 തലശ്ശേരിയിൽ വന്നിട്ട് കണ്ണൂർ ജില്ലാ ആദർശ വിശദീകരണത്തിൽ വീണ്ടും ശിർക്ക് ആരോപണം നടത്തുന്നത് കേട്ടോളൂ. വളരെ ലളിതമാണ് ആശയം. ജിന്നിനോട് സഹായം തേടി അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണുന്ന നേരത്ത്, കാണുമ്പോൾ മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ, ഇതൊക്കെ കാണുന്ന നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ അവർ അല്ലാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു. അത് നോക്കണം, ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം.
അത് ശിർക്കല്ല. എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ പിന്നെ വസീലത്തുനിയ ശിർക്ക്, ഹറാം, ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറഞ്ഞ തത്വത്തിന് വിരുദ്ധമായി ആരും സഹായിക്കാനില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ച് ജിന്നുകളെ വിളിച്ചു സഹായം തേടാം എന്നൊരു കൂട്ടർ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ക്ലാസുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ക്ലാസുകൾ നടത്തുന്നവരുന്ന് ഒരു അരമിനിറ്റ് ക്ലിപ്പെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചോ? ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അനുവദനീയമാണെന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച് ക്ലാസ് എടുക്കുമ്പോ പ്രസംഗിക്കുമ്പോ ഒരു അരമിനിറ്റ് ക്ലിപ്പ് കിട്ടാൻ പ്രയാസമില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ കോക്കസിനെ വഴിവിട്ട് ന്യായീകരിക്കുന്ന ചില അല്പന്മാരുണ്ടല്ലോ ഈ മോങ്ങത്ത്, നിങ്ങൾക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ഈ പ്രസംഗം കഴിയുന്നതിനും ഒരു ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു പ്രസംഗകൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കോ? പച്ചക്കള്ളം തട്ടിവിടുക. ഇനി നോക്കൂ, അതേ യോഗത്തിൽ ഡോക്ടർ ബഷീർ എന്ന് പറയുന്ന SLRC നേതാവ് പറയുന്നത് കേട്ടോളൂ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അവിടെ അള്ളാഹു ചേർത്തു, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? അദ്ദേഹം തന്നെ ഞാനാണ് എന്നെ പറ്റിയാ പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ കോക്കസ് നേതാവാ പറയുന്നത്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റാ പറയുന്നത്. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ മടവൂരിസവും സുറൂരിസൊക്കെ ശ്രമിച്ചതുപോലെ ഒരു പുതിയ ഇസക്കാര് വന്നിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും, വാദിച്ചിട്ടില്ല എന്ന് പറയും. ഈ യോഗം തീരുവോളം നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, ഈ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പച്ച കളവ് പറയുന്നവർ, കളവ് പറയുന്നതിലും വൈരുദ്ധ്യം. ഇപ്പൊ മടവൂരി ചാരനായി വന്ന നാസർ സുല്ലമി ഉണ്ടല്ലോ, ഇപ്പൊ കോക്കസുകാർ കൊണ്ട് നടക്കുന്ന സുല്ലമി പറയുന്നത് കേട്ടോളൂ. ഈ ബഷീർ ഡോക്ടർ പറയുന്നതും അയാൾ പറയുന്നതും തമ്മിൽ കൂട്ടി ഘടിപ്പിച്ച് ക്ലിപ്പാക്കിയതാണെന്ന് കണ്ടോളൂ, ഒരു മിക്സ് ആണ്. ഇതേ രീതിയിലുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു പദക്കസർത്താണ് ഇവിടെ സക്കരിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന പദം അവർ ഉപയോഗിക്കാറില്ല. ഞാൻ വളരെ അടിവരയിട്ട് പറയാണ്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയവുമില്ല. ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയവുമില്ല. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വാദം എങ്ങനെ പറയാൻ പറ്റുക? തെളിയിക്കാൻ കഴിയോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കുക എന്ന പദം ജിന്നിനോട് നടത്തിയോ അത് ശിർക്ക്. അതാണ് സക്കരിയാന്റെ അഭിപ്രായം, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും അഭിപ്രായം. ഇസ്തിഗാസ എന്ന പദം നടത്തിയോ അത് ശിർക്കാണ്, അത് തന്നെയാണ് അവരുടെ അഭിപ്രായം. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ള കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ള കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് കേൾക്കാൻ
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ 4 വരെ നെഞ്ചിൽ കൈവച്ച് പറയണം. അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ ദിക്ർ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. കേട്ടോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണത് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്ത് ധാർക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ. കെ വി അബ്ദുൽ ലത്തീഫ് പോലെയോ പറയുന്നത്. റമദാനിൽ ക്ലാസ് എടുക്കുക, പച്ച നുണ. മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാം. എന്താ മരുഭൂമി അള്ളാഹ്ക്ക് വിളിയേക്കാൻ കഴിയൂലേ? അള്ളാഹ് കുഴങ്ങിയോ? എന്നിട്ട് പറയാണ് വളരെ വികാരപരമായ ആളുകളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ വികാരം കൊള്ളിക്കാണ്. അപ്പൊ എനിക്ക് കോക്കസുകാരോട് പറയുന്നത്, ഏതായാലും നിങ്ങൾ നുണയാ പറയണത്, എന്നാ നുണയിലെങ്കിലും ഒരു ഐക്യം. ഏതായാലും എന്ത് നുണയപ്പോ നമ്മളിപ്പോ ഈ സീസണ് പറയേണ്ടത്? അതെങ്കിലും ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് ആ നുണയിലെങ്കിലും നിങ്ങളൊരു ഐക്യം ഉണ്ടാക്കണം. നിങ്ങൾക്ക് നുണയിലും പൈക്കല്ല, നുണയോട് നുണ. ഓരോരുത്തർ തോന്നിയ നുണ ആളുകളെ ചേരി തിരിച്ച് കൂടെ നിർത്തണം. അതിന് അപ്പോഴൊക്കെ ഫിറ്റായ വായിൽ വന്ന നുണ എന്താ, അതൊക്കെ തട്ടിവിടുക. യാതൊരു പ്രശ്നമല്ല. അൽമനാറിൽ പണ്ട് ഇബാദത്തിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനം പി.കെ. മൂസ മൗലവി ചീഫ് എഡിറ്ററായ കാലത്ത് 1974 ജിൻ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇബാദത്തിന്റെ ശരിയായ വിവക്ഷ ഗ്രഹിക്കാനുള്ള ഒരു ലേഖന പരമ്പരയാണ്. അതിൽ പറയുന്നത് കേട്ടോളൂ. ഇതാ, അക്കാലത്ത് തന്നെ ഏതാനും ചിലർ മറ്റു ചില ദൈവങ്ങൾ കൂടി ഇബാദത്ത് ചെയ്തതായി അല്ലാഹു പറയുന്നു. വജഅലൂ ലില്ലാഹി ശുറകാ അൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാത്. അവർ അല്ലാഹുവിന് പങ്കുകാരായി ജിന്നുകളെ ഉണ്ടാക്കി വെച്ചു. അവരെ വിഡ്ഢിത്തത്താൽ അവർ അവന് പുത്രന്മാരെയും പുത്രികളെയും നിശ്ചയിച്ചു. അപ്പൊ ജിന്നുകളെ പങ്കാളികളാക്കിയിരുന്നു മക്കത്തെ മുശ്രിക്കുകളെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൊടുക്കുന്ന കേട്ടോ, ജിൻ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജിന്നുകളെ അല്ലാഹുവിന് പങ്കുകാരായി സങ്കല്പിച്ച് അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഏതാ ആയത്ത് കൊടുത്തത്? ആ തൈ പറഞ്ഞ ആയത്താ. ജിന്നുകളെ സംബന്ധിച്ചുണ്ടായ അന്ധവിശ്വാസത്താൽ അവ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുകയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഗ്രഹിക്കാൻ പ്രയാസമില്ല. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ എന്ന ആയത്ത് കൊടുത്തു. എന്നിട്ട് വിശദീകരണം കണ്ടോ, മനുഷ്യരിൽ ചിലർ ജിന്നുകളിൽ ചിലരോട് രക്ഷ തേടിയിരുന്നു, അതിനാൽ അവർക്ക് ജിന്നുകൾക്ക് അക്രമവാസന വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യർ ജിന്നുകൾക്ക് ചെയ്തിരുന്ന ഇബാദത്ത് ഒരു തരം പ്രാർത്ഥനയായിരുന്നുവെന്ന് ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. എന്തിനാ ഇപ്പൊ ഇതൊക്കെ വായിക്കുന്നതെന്നുണ്ടാവും. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞെന്താണെന്നറിയോ? അവിടെ തൊട്ടടുത്തുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടതാണ് ചോദിച്ചത്, ഹാളിറായ ഖാദിറായ ജിന്നിനോടാണ്. എന്നിട്ടും പ്രാർത്ഥനയായി. യാ ഇബാദല്ലാ എന്ന വിളി, അതിൽ പ്രാർത്ഥനയില്ല എന്ന് പറയാനുള്ളത് എന്താ? അവിടെ ഹാളിറായ ജിന്നോടാ ചോദിക്കണത്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ട്, ചോദിക്കുന്ന വിഷയം അതിന് കഴിയുന്നതുമാണ്. എന്നിട്ട് അത് ശിർക്കാവുകയില്ല എന്ന് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അപ്പൊ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം. ഇയാൾ എന്താ പറഞ്ഞറിയോ? മക്ക മുശ്രിക്കുകൾ ഇങ്ങനെ യാത്ര പോകും, അവർ നാടോടികളാണല്ലോ. പുല്ലും വെള്ളം എവിടെ ഉള്ളത്? അവിടെ ഇങ്ങനെ ടെന്റ് കെട്ടിക്കൂടും, കാലികളൊക്കെ ആയിട്ട്. അവിടെ പുല്ലും വെള്ളം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് പ്രസംഗിക്കാണ്, വീട്ടിൽ ഇവർ പ്രാർത്ഥിക്കും. ഒരു താഴ്വരയിൽ ചെന്നിറങ്ങിയാൽ അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ നേതാവായ ജിന്നിനോട് ഞാൻ അഭയം തേടുന്നു. ജിന്നുകളിൽപ്പെട്ട സുഫഹാഉൽ ഖൗമ്, നിഷേധികളായ പ്രയാസം ഉണ്ടാക്കുന്ന ജിന്നുകൾ, അവരിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ജിന്ന് നേതാവിനോട് ഇവർ അഭയം തേടുന്നത്. എന്നിട്ട് ജാഹിലിയ അറബികളുടെ പതിവ് വിശദീകരിച്ചതാണ്. ഇയാൾ പറഞ്ഞെന്താ അറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ എന്ത് ചെയ്യണില്ല? ജിന്നിനോട് തേടുന്നില്ല. ആ വാദി ചെന്നിറങ്ങിയിട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഉള്ള ജിന്നല്ലേ? ആരെ അവിടെ ജിന്ന് നേതാവുണ്ട് എന്ന് പറഞ്ഞത്? ഓരോ താഴ്വരക്കും ഓരോ ജിന്നു നേതാവുണ്ടെന്നും ആ ജിന്നു നേതാവാണ് ആ താഴ്വരയെ കാക്കുന്നതും എന്നും അല്ല പറഞ്ഞിട്ടില്ല, റസൂല് പറഞ്ഞിട്ടില്ല. അത് ജാഹിലിയാക്കളെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചോദിക്കുന്നത്, അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ വാദിയുടെ നേതാവിനോട് ഞാൻ രക്ഷ തേടുന്നു. അപ്പൊ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കാണ്. പിന്നെ ചോദിക്കുന്ന വിഷയം എന്താ? ഇതാ, അഊദു ബിസയ്യിദി ഹാദൽ വാദി മിനൽ ജിന്നി അൻ ഉദറ അന ഫീഹി ഔ മാലി ഔ വലദി ഔ മാശിയതി.
ഞാൻ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് എൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ എൻ്റെ സന്താനങ്ങൾ, എൻ്റെ കാലികൾ, ഇതെല്ലാം ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്നും ഞാനിതാ ഈ ജിന്ന് നേതാവിനോട് അഭയം തേടുന്നു. അത് ജിന്നിന് കഴിയുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. സമ്പത്തിനെയും സന്താനങ്ങളെയും തന്നെയും തൻ്റെ കാലികളെയും ഒക്കെ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന കാര്യമാണ് അവിടെ ആരോട് ചോദിക്കുന്നത്? ജിന്ന് നേതാവിനോട് ചോദിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ എന്താ അറിയോ? അല്ല, നമ്മളിപ്പോ ഒരു നാട്ടിൽ ചെന്നാല് ഒരു പുതിയ സ്ഥലത്ത് പരിപാടി വെക്കുമ്പോൾ ഇവിടുത്തെ കച്ചറ കുട്ടികൾ ഞങ്ങളെ പരിപാടി സ്ഥലത്തൊന്നും കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ അവരൊന്ന് നിയന്ത്രിക്കണത്രോന്ന് നമ്മൾ അവിടുത്തെ നേതാക്കന്മാരോടും പാർട്ടിക്കാരോടും മുതലാളിമാരോടും പ്രമാണിമാരോടും ഒക്കെ പറയില്ലേ? അതുപോലെയാണ്. അതിന് ഇവർക്ക് എത്തിയിരുന്ന ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള അഭയതേട്ടമാണതെന്ന് ഈ പ്രബന്ധത്തിലും പറഞ്ഞിട്ടുണ്ട്, കെ ജയൂബിന്റെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ വേറൊരു സംഭവം കൊടുക്കുന്നുണ്ട്. ഒരു സഹാബി ഉദ്ധരിക്കാണ്, ഞങ്ങളിങ്ങനെ ഒരു ദിവസം മദീനത്ത് നിന്ന് പുറത്തുപോയി രാത്രിയായപ്പോൾ ഞങ്ങൾക്കൊരു ആട്ടിടയൻ അഭയം നൽകി. രാത്രി പാതിരയായപ്പോ ആട്ടിടയന്റെ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ ഒരു ചെന്നായ വന്നു. അപ്പൊ ഇയാൾ ചാടി എണീറ്റിട്ട് യാ ആമിറൽ വാദി ജാറക്, ഈ വാദിയുടെ ജിന്നെ, ഞാനിതാ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരാൾ വിളിച്ചു പറയുന്നു, വിടൂ, ആ ആട്ടിൻകുട്ടിയെ വിടൂ. അപ്പൊ ഈ ചെന്നായ ആട്ടിൻകുട്ടിയെ വിട്ടുപോയി. ഇതും അതിലെടുത്തു കൊടുത്തിട്ടുണ്ട് ഇവരെ പ്രബന്ധത്തിൽ. അത് ദുർബലമായ സനദാണ്. പക്ഷെ ആണെങ്കിൽ പോലെ എന്തുണ്ട്, ഇവിടെ ചെന്നായയുടെ രൂപത്തിൽ വന്നത് ഒരു ജിന്നായിരുന്നു. അത് ഇബ്നു കസീർ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ജിന്നുകളോട് അഭയം തേടുക എന്നത് ജാഹിലിയാക്കളുടെ സ്വഭാവമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് തുല്യമായ അഭയതേട്ടം അതാണ് അള്ളാഹു വിരോധിച്ചത്. ഈ പ്രബന്ധത്തിൽ തന്നെതാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉസൈമീൻ പറയുന്നു, വജ്ഹുൽ ഇസ്തിശാദി ബിൽ ആയ, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കുന്ന രൂപം എന്താണ്? ദമ്മൽ മുസ്തഈദീന ബിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരോട് അഭയം ചോദിക്കുന്നവർ ആക്ഷേപിക്കുകയാണ്. വൽ മുസ്തഈദു ബിശൈഇ, ഏതെങ്കിലും ഒന്നിനോട് അഭയം ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ലാ ശക്ക അന്നഹു ഖദ് അല്ലഖ റജാഅഹു ബിഹി, അയാൾ തന്റെ മനസ്സിന്റെ പ്രതീക്ഷയെ ആ വസ്തുവുമായി ബന്ധിപ്പിച്ചു. വഅതമദ അലൈഹി, അതിന്റെ മേൽ അവലംബിച്ചു. വഹാദാനു മിന ശിർക്കി, അത് ഒരു തരം ശിർക്കാണ്. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, അഭയതേട്ടം പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള അഭയതേട്ടാ പറഞ്ഞത്. നമ്മൾ അഊദു ബില്ലാഹ് എന്ന് പറയുമ്പോൾ സാധാരണ സഹായതേട്ടാണോ? അള്ളാഹിനോട് മാത്രമേ. അതുപോലെയാണ് അവർ അഊദു ബിസയ്യിദി ഹാദൽ വാദി എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ആയത്ത് വരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സുഹൃത്തുക്കളെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദർഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ സലാത്തുൽ ഉദൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഹാളിറല്ലാത്ത ഖാദിറല്ലാത്ത ജിന്നിനോടാണ് അവർ സഹായം ചോദിച്ചത് എന്ന്. ആ ഉസൈമീന്റെ അടുത്താണ് നമ്മൾ അബ്ദുസ്സലാം മൗലവി ചടഞ്ഞിരുന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വരുന്നുണ്ട്, ഒക്കെ എല്ലാത്തിനും വരുന്നുണ്ട്. ഒരുപാട് പുതിയ ക്ലിപ്പുകൾ ഇവിടെ കാണിക്കാറുണ്ട്. ഇവിടെ ജിന്ന് ചികിത്സക്ക് കൊണ്ടുപോയത് ആരാണ്, അതിൽ അബ്ദുസ്സലാം മോങ്ങത്തിന് വല്ല പങ്കുണ്ടോ, സാക്കിർ നായിക്ക് പറഞ്ഞത് എന്താണ്, മോങ്ങത്താരെങ്കിലും മുജാഹിദീങ്ങൾ ജിന്ന് ചികിത്സക്ക് പോയിട്ടുണ്ടോ, എല്ലാം ഇവിടെ ക്ലിപ്പിട്ട് കാണിക്കും. നിങ്ങളുടെ അല്പനേരം ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എന്താണെന്നറിയോ? ഭൗതികവും അഭൗതികവും പറഞ്ഞിട്ട് ഇപ്പൊ തൗഹീദ് ചിലർ തിരിയാതാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ തന്നെ ആക്കിയത്. നിങ്ങൾ KNM പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ഈ വിവാദത്തിൽ ഭൗതികവും അഭൗതികവും പറഞ്ഞിട്ട് ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇയാളുടെ ഈ വാദത്തെ എതിർത്താൽ അത് ചെകുത്താൻ വാദമാണെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്തിനധികം നമ്മുടെ MM അക്ബർ വരെ സമ്മേളനത്തിൽ വെച്ച് പറയാണ്, കണ്ടോ മുടിവാണിപേറ്റ് കാന്തപുരം നടക്കണ ഈ സമയത്ത് അതിനെ നേരിടേണ്ട നമ്മള് ജിന്ന് ഭൗതികോ അഭൗതികോ ചർച്ച ചെയ്യാണ്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ വാചകം. നമ്മളിവിടെ ചർച്ചയിലാണ്, വമ്പിച്ച ചർച്ച. എന്താണ് ചർച്ച? ജിന്ന് സഹായിക്കുമോ ഇല്ലയോ എന്നാണ് ചർച്ച. ഇവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഇരിക്കുന്ന മഹാപണ്ഡിതന്മാരില്ലേ, സ്വന്തം ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മുഴുവനും ഈ ആദർശത്തിന് വേണ്ടി ബലി കൊടുത്ത ഈ പണ്ഡിതന്മാരില്ലേ, അവർ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യത്തെ മുഴുവനും പോക്കറ്റടിച്ചു കൊണ്ടുപോകുവാൻ ഒരു പുരോഹിതനും അയാളുടെ മുടി വിപ്ലവവും പരിശ്രമിക്കുമ്പോ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചയിലാണ്.
ജിന്ന് ഭൗതികമോ അഭൗതികമോ മഹാചർച്ചയാണ്, വല്ലാത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ചർച്ചയിൽ ഇടപെടാതിരുന്നത്? ഏത് വിഷയം വന്നാലും നിങ്ങൾ വ്യക്തമായി പഠിച്ച് മറുപടി പറയുന്ന ആളല്ലേ. എന്താ ഈ ചർച്ചയിൽ മറുപടി പറയാതിരുന്നത്? നമ്മൾ ചർച്ചയിലാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ മുൾമുനയിൽ നിർത്തി പോയാ പോരല്ലോ. ഭൗതികവും അഭൗതികവും എന്ന ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അത് ഏതാണ് സത്യമെന്ന് നിങ്ങൾ പറയണ്ടേ. ഇവിടെ പ്രസംഗിച്ച അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ഭൗതികത്തിനും അഭൗതികത്തിനുള്ള അറബി പലർക്കും പറഞ്ഞുകൂടാ, അള്ളാഹു മാത്രമാണ് ഭൗതികം എന്ന് പറഞ്ഞ് പലരും എഴുതിയത് സന്ദർഭം നടത്തിയെടുക്കുന്ന സൈദ്ധാന്തികന്മാരല്ല, അവർ ചെകുത്താനികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ, ആലിമുൽ ഗൈബി വശഹാദക്ക് മൂപ്പര് അർത്ഥം പഠിപ്പിക്കുകയാണ്, പുതിയ തൗഹീദ് പഠിപ്പിക്കുക കേട്ടോളൂ. എന്താണ് ഈ ഭൗതികം, ഈ അഭൗതികം? ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങൾക്ക് ആളുകളെ മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ വാചകം പറയട്ടെ, ഇവന്മാര് പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകും, ആകെ കൂടി വിശുദ്ധ ഖുർആൻ തൗഹീദ് പഠിപ്പിക്കാൻ ഭൗതികം അഭൗതികം എന്നൊരു വാക്കാണ് ഖുർആനിൽ ഉപയോഗിച്ചത് എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവർക്കറിയുമോ ഖുർആനിൽ ഭൗതികത്തിൽ ഉപയോഗിച്ച വാക്കെന്തെന്ന്, അഭൗതികത്തിൽ ഉപയോഗിച്ച വാക്കെന്തെന്ന്? അതുപോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളുമായി അവർ നടക്കുന്നത്. വാസ്തവത്തിൽ ഖുർആൻ അഭൗതികത്തിന് ഉപയോഗിക്കുന്നത് ഗൈബ് എന്ന വാക്കാണ്, ഭൗതികത്തിന് ഉപയോഗിക്കുന്നത് ഷഹാദ എന്ന വാക്കാണ്. ആലിമുൽ ഗൈബി വശഹാദ എന്ന് അള്ളാഹുവിന്റെ വിശേഷണം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ആ നിലക്കാണ്. ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് അഭൗതികം, അള്ളാഹു അല്ലാത്തതൊക്കെ ഭൗതികമാണെന്ന് വിഡ്ഢിത്തം പറഞ്ഞു നടക്കുന്ന ആളുകള് ആരെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത്തരം വലിയ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോണ്ടസ്റ്റ്, അതിന്റെ ഉദ്ദേശം, അതിന്റെ ആശയം എന്തെന്നറിയാതെയാണ് അത്തരം വാചകങ്ങൾ എടുത്ത് ദുർവ്യാഖ്യാനവുമായി, സൈദ്ധാന്തികനായി, ചെകുത്താൻ വാദവുമായി ചില ആളുകൾ നടക്കുന്നത്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗം, നരകം, പരലോകത്ത് നടക്കുന്ന വിചാരണ, മറ്റു കാര്യങ്ങള്, മലക്കുകള്, ജിന്നുകള്, ഇതൊക്കെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ ലോകമാണ് എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് ഇത്തരം ആയത്തുകളുടെ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി വന്ന കാര്യമാണ്. എന്താ കോട്ടിമാട്ടൽ കണ്ടില്ലേ? ഗൈബ് എന്നുള്ളതിനാണ് അഭൗതികം എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞത്. അതാർക്കും അറിയില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. ജിന്ന് അഭൗതിക, മലക്ക് അഭൗതിക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവർക്ക് ഗൈബിയായ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അള്ളാഹുവോ റസൂലോ പറയണം. ഈ നാട്ടിൽ, ഈ ലോകത്ത് ജിന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, മലക്ക് പറഞ്ഞൊരു വർഗമുണ്ട്. നമ്മൾ സംസാരിച്ച അവർ കേൾക്കും, നമ്മൾ അവരെ കാണുന്നില്ലെങ്കിൽ അവർ നമ്മളെ കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പഠിച്ചെടുത്ത എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയതോ നമ്മളെ വിജ്ഞാന അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ഫലമായി മനസ്സിലാക്കിയതോ അല്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, റസൂല് പറഞ്ഞു വഹയിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഗൈബ് എന്ന് പറഞ്ഞ അർത്ഥം. അത് ഞങ്ങൾക്കൊക്കെ അറിയാം. അല്ലതിനോട് ഗൈബ് പറഞ്ഞ അള്ളാഹ് മാത്രമൊന്നുമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയങ്ങള്, 2012 വരെ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. 2012 വരെ നമ്മൾ പറഞ്ഞത് എന്താ? അഭൗതികമെന്ന് ഗൈബിന് അർത്ഥം പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് ഒരു അഭൗതികം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആയത്തോതിയപ്പോ മുസ്ലിയാക്കന്മാർ ഇഷ്കാലുണ്ടാക്കി. ഭാര്യയോട് കഞ്ഞി ചോദിക്കാറില്ലേ, അത് ദ്വായാണോ? ഹോട്ടലിൽ പോയിട്ട് ചായ തരുമെന്ന് ചോദിക്കാറില്ലേ, അത് ദ്വായാണോ? എല്ലാ വിളിയും ശിർക്കാണോ? അപ്പൊ നമ്മൾ പറഞ്ഞു അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ മറഞ്ഞ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ടോ ഘോഷം ഭയപ്പെട്ടുകൊണ്ടോ നടത്തുന്ന വിളി, അതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ വിശദീകരിച്ചു.